ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി മക്രോണി റെസിപ്പിയാണ്. കുട്ടികൾക്കൊന്നും ഒട്ടും മടിയില്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി റെസിപ്പിയാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ മക്രോണി വേവിക്കണം. അതിനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ല രീതിക്ക് വേവിച്ചെടുക്കുന്നുണ്ട്. മക്രോണി റെസിപ്പി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാരറ്റും ക്യാപ്സിക്കും ആണ്. അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ. അതിനായിട്ട് ഒരു കടായി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇത് വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ബ്രൗൺ കളറായി വരുമ്പോഴാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്കൻ മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് അത് വെളുത്തുള്ളി നല്ല രീതിക്കൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല രീതിക്ക് അതിൽ കിടന്നിട്ട് വേവണം. ചിക്കന് നമ്മളൊരു ഫ്രൈ ചെയ്ത രൂപത്തിലൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ മക്രോണിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വല്യുള്ളി, തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടുന്നില്ല ഇതിൽ. അതായത് ഈ ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുട്ടികൾക്ക് പെറുക്കിടാനൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത് കഴിക്കാലോ കുട്ടികൾക്ക്. അങ്ങനെയുണ്ട്. ഇത് ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് സ്കൂളിട്ട് വരികയാണെങ്കിലൊക്കെ നമുക്കാണെങ്കിലൊക്കെ വലിച്ചെറിയാനൊന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ് കേട്ടത്. നല്ല ടേസ്റ്റി റെസിപ്പി കൂടിയാണ്. ഇതിലേക്ക് പിന്നെ ഉപയോഗിക്കുന്നത് സോസുകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇത് നല്ല രീതിക്ക് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. വെജിറ്റബിള് നല്ല രീതിക്കൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് സോസുകൾ ഒഴിക്കണം കേട്ടോ. ഉപ്പ് നമ്മളെ ചിക്കനിൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിട്ടുപോയതെന്താ പറയാൻ, മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. പിന്നെ സോസുകളായിട്ട് ഉപയോഗിക്കുന്നത് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒറിഗാനോ ഉണ്ടല്ലോ, അതാണ് പിന്നെ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയോ ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഇതാവുന്നുണ്ട്. അതാണ് അത്രയും മസാലകളും സോസുകളാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച മക്രോണി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ സോസൊക്കെ അതിലേക്ക് സോസ്, ചിക്കൻ അങ്ങനത്തെ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഏറ്റവും ലാസ്റ്റ് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചപ്പും കൂടി ഇട്ടാൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം. ഉണ്ടാക്കി കൊടുത്ത് നോക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ചിക്കൻ മക്രോണി റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ മോൾക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓള് കഴിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാനിതിൽ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.